ഇറാനിൽ ഏത് നിമിഷവും അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നാണ് JD വാൻസ് വ്യക്തമാക്കുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം മാത്രം മതി എന്നുള്ളതാണ്. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ തവിടുപൊടിയാക്കാൻ ഇസ്രായേലുമായി സംയുക്ത ആക്രമണത്തിന് അമേരിക്ക കോപ്പുകൂട്ടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ആഴ്ചകളോളം നീളുന്ന യുദ്ധം അതുണ്ടാകാൻ 90% സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവും പറയുന്നുണ്ട്. അതായത് നേരത്തെ വെനസ്വേലയിൽ നടത്തിയ ആക്രമണം പോലെ അല്ല. വെനസ്വേലയിൽ വളരെ പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണം അത് മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്നാണ് എങ്കിൽ മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിൽ ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. അതായത് വീണ്ടും ഒരു മഹായുദ്ധത്തിന് അമേരിക്ക കോപ്പുകൂട്ടുന്നോ? ലോകം കടുത്ത ആശങ്കയിലേക്കാണോ? തിരിച്ചടിക്കാൻ ഇറാൻ കൂടി സജ്ജമായാൽ, ഇറാന് പിന്നിൽ റഷ്യ അണിനിരന്നാൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഏതായാലും US മുന്നോട്ട് വെക്കുന്ന ആണവ ചർച്ചയിലെ പല നിബന്ധനകൾക്കും വഴങ്ങാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ നടപടികൾ, അയത്തുള്ള ഖമേനി അടക്കം നടത്തുന്ന പ്രസ്താവനകളൊക്കെ അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. അമേരിക്കയുടെ ആണവ കപ്പലുകൾ ആക്രമിക്കും എന്ന് തുടർച്ചയായി ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അയത്തുള്ള ഖമേനി പറയുന്നത് അമേരിക്കയെ തകർക്കുമെന്നും മറ്റുമാണ്. ഇതൊന്നും സഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു പ്രസിഡന്റ് അല്ല ട്രംപ് എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇതിപ്പോൾ കുറച്ച് നാളുകളായി സമാധാന ചർച്ചകൾ ഒരു വഴിക്ക്, മറ്റൊരു തലത്തിൽ യുദ്ധഭീതി ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ലോകം ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇറാനു മേൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ തിട്ടൂരം അംഗീകരിക്കില്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ്. അവിടെയാണ് കാര്യങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പോകുന്നത്. അമേരിക്കൻ പടക്കപ്പലുകളടക്കം നേരത്തെ തന്നെ ഇറാൻ്റെ തീരത്ത് തമ്പടിച്ചിരുന്നു. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ അടക്കം 2 വലിയ പടക്കപ്പലുകൾ. അതിനു പുറമെയാണ് ഇപ്പോൾ കൂടുതൽ യുദ്ധോപകരണങ്ങളും അങ്ങനെ ആയുധങ്ങളുമൊക്കെ തന്നെ ഇറാൻ തീരത്തേക്ക് അമേരിക്ക എത്തിക്കുന്നത്. 50ഓളം F-35 യുദ്ധവിമാനങ്ങൾ, F-22, F-16 തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇറാൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇതിനിടെ സൈനിക അഭ്യാസം നടത്തി. ട്രംപ് വ്യക്തമാക്കുന്നത് ചില റെഡ് ലൈനുകൾ ഇറാനുമേൽ വെച്ചിട്ടുണ്ട്. അത് ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്മേൽ ജനീവയിൽ ചർച്ച തുടരുകയാണ്. അമേരിക്കൻ നയതന്ത്രജ്ഞരും അതോടൊപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും 3 മണിക്കൂർ ചർച്ച നടന്നു. പക്ഷേ അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല, മറ്റൊരു നീക്കം കൂടി ലോകം ശ്രദ്ധയോടെ കാണുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ റഷ്യയുമായി വലിയ സഖ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഒഴിവാക്കിയിരുന്നു. അത് നേരത്തെ അമേരിക്ക കൊണ്ടുവന്ന തീരുവ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒഴിവാക്കുകയും വെനസ്വേലൻ എണ്ണ വാങ്ങുന്ന തരത്തിലേക്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. അതിനുള്ള കരാറുകളും അങ്ങനെ അവിടെ നിന്നുള്ള എണ്ണ കൊണ്ടുവരുന്നതിനുള്ള നടപടികളും ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വലിയ തോതിൽ ഈ ഇന്ധനം റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുമായുള്ള ഒരു സഖ്യം അല്ലെങ്കിൽ ആ ഒരു വ്യാപാര കരാറിൽ റഷ്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് ഇറാൻ മാറുന്നു എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇറാനും റഷ്യയും ഒക്കെ തന്നെ കൈകോർക്കുന്ന നില, അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ പണ്ട് ഏതെങ്കിലും അറബ് രാജ്യത്തെ ആക്രമിച്ചാൽ, ഇസ്രായേൽ ആക്രമിച്ചാൽ, അമേരിക്ക ആക്രമിച്ചാൽ ഒരുപക്ഷെ അത് ആ രാജ്യത്തിൻ്റെ മാത്രമായി വിഷയമായി മാറുമെങ്കിൽ ഇപ്പോൾ ഇറാൻ നൽകുന്നൊരു മുന്നറിയിപ്പ് ഇത് അങ്ങനെ ആയിരിക്കില്ല. മറിച്ച് അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്ന ഒരു നിലയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലോകം ചേരിതിരിഞ്ഞ് യുദ്ധത്തിലേക്ക് പോകുന്ന നിലയുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇറാനും കഴിഞ്ഞ ദിവസം ഈ സൈനികാഭ്യാസം നടത്തിയിരുന്നു. അമേരിക്കയുടെ ഒരു ഭീഷണിക്കും വഴങ്ങേണ്ടതില്ല എന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. US നേവിയുടെ MQ-4C ട്രിട്ടൺ നിരീക്ഷണ ഡ്രോൺ ഗൾഫിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തരത്തിൽ വലിയ സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യം, ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്ന ഒരു കാര്യം കൂടി അമേരിക്ക പറയുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. 2 വിമാനവാഹിനി കപ്പലുകൾ, ഡസൻ കണക്കിന് യുദ്ധക്കപ്പലുകൾ, 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ. അതായത് നേരത്തെ വിനോദ് പറഞ്ഞ പോലെ F-35, F-22, F-16
DAS, SS വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിന്യസിച്ചു കഴിഞ്ഞുവെന്നാണ് JD വാൻസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം ആയുധങ്ങളുമായി 150-ലധികം ചരക്ക് വിമാനങ്ങൾ ഈ മേഖലയിലെത്തിയെന്നും പറയുന്നുണ്ട്. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ അതിർത്തിയിൽ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയ പശ്ചാത്തലമാണിത്. 50 F-35, F-22, F-16 വിമാനങ്ങൾ ഇറാൻ അതിർത്തിയിൽ അമേരിക്ക വിന്യസിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യന്താധുനിക പോർ വിമാനങ്ങളുണ്ട്, യുദ്ധക്കപ്പലുകളുണ്ട്, 50ഓളം നേരത്തെ പറഞ്ഞ പോലെ യുദ്ധവിമാനങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരു വശത്ത് പലതരത്തിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുക്കുമ്പോൾ മറുവശത്ത് ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് ട്രംപ് പോകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. അതായത് ലോകം യുദ്ധഭീതിയിലേക്ക് പോകുന്നു, പശ്ചിമേഷ്യയിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന പശ്ചാത്തലം.